DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്വന്തമായി വാഹനമില്ലാത്തവരും ലൈസൻസ് ഇല്ലാത്തവരും വാഹനമോടിക്കാൻ അറിയാത്തവരുമൊക്കെ വളരെ വിരളമാണ്. അതിനാൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും വാഹനമോടിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാം. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക. ചില അത്യാവശ്യ സമയങ്ങളിൽ കൂട്ടുകാരുടെയോ അയൽവാസിയുടെയോ ബന്ധുക്കളുടെയൊക്കെ വാഹനമെടുത്ത് നമ്മൾ പോകുവാറുണ്ട്. എന്നാൽ അത് നിയമവിരുദ്ധമാണെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ വാഹനം പണത്തിനോ ഫ്രീയായോ മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കൈവശം കണ്ടാൽ അത് സാമ്പത്തിക ലാഭത്തിന് കൈമാറിയതാണെന്ന നിഗമനത്തിലെത്തുകയും അത്തരത്തിലുള്ളവരെ അനുമതിയില്ലാതെ വാടകയ്ക്ക് നൽകിയതുൾപ്പെടെയുള്ള കുറ്റം ചുമത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇത് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. സ്വന്തം വാഹനം ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നവർക്കും ബന്ധുക്കളെ ഉപയോഗിച്ച് ഓടിക്കുന്നവർക്കുമൊക്കെ കുറ്റം ചുമത്തപ്പെടുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വെള്ള ബോർഡ് വെച്ച് റെന്റേ കാർ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് കമ്മീഷണർ പറയുന്നത്. ഒരാളുടെ ആവശ്യത്തിന് വാങ്ങുന്ന വാഹനം ഫ്രീയായോ അല്ലാതെയോ മറ്റൊരാൾക്ക് നൽകാനാവില്ല എന്നാണ് നിയമമെന്നും നാഗരാജു പറഞ്ഞു. നിങ്ങൾക്ക് സ്വന്തമായൊരു വാഹനമില്ലെങ്കിൽ ടാക്സിയായോ റെന്റേ കാറായോ മാത്രം ഉപയോഗിച്ചാലേ നിയമസംരക്ഷണം ഉറപ്പുവരുത്താനാകൂ എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നിലവിൽ കേരളത്തിലെ പൊതുജനങ്ങളെ എല്ലാവരെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു തീരുമാനമാണിത്. സ്വന്തം പേരിൽ വാഹനമില്ലാത്തവർ ഓടിക്കേണ്ട എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിൽ വീണ്ടും മാറ്റം വരികയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് ജയിച്ചാലുടൻ ലൈസൻസ് നൽകുന്ന രീതിക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. 6 മാസത്തെയോ 1 വർഷത്തെയോ കാലയളവിൽ നിരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രൊബേഷണറി ലൈസൻസ് ഏർപ്പെടുത്തുവാനാണ് ആലോചന. ആദ്യം ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പ്രൊബേഷണറി ലൈസൻസ് നൽകും. 6 മാസമോ 1 വർഷമോ എന്ന നിശ്ചിത കാലാവധി നൽകും. ആ കാലയളവിനുള്ളിൽ അപകടമൊന്നും ഉണ്ടാക്കാതെ വാഹനം ഓടിച്ചാൽ മാത്രമേ പിന്നീട് യഥാർത്ഥ ലൈസൻസ് നൽകൂ. ഇതിനായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. അടുത്തറിയിപ്പ്, ലൈസൻസ് ഉള്ള ആളുകൾ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയാലോ അപകടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാലോ അദ്ദേഹത്തിന്റെ ലൈസൻസ് 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒക്കെ റദ്ദു ചെയ്യാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് RT ഓഫീസിൽ നിന്ന് ആ വ്യക്തിക്ക് നോട്ടീസ് നൽകും. 10 ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് ചട്ടം. അത്തരത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് വാഹനമോടിച്ച് മറ്റൊരു വ്യക്തിക്ക് അപകടം സംഭവിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ട ഇൻഷുറൻസ് മൊത്തം അപകടമുണ്ടാക്കിയ വ്യക്തി തന്നെ നൽകേണ്ടി വരും. ഇൻഷുറൻസ് കമ്പനി ആദ്യഘട്ടത്തിൽ ഈ തുക നൽകുമെങ്കിലും ആ തുക പിന്നീട് ഈ ഒന്നാം കക്ഷിയുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി റവന്യൂ റിക്കവറി വരെയുള്ള നടപടികൾ ഉണ്ടാകും. അപകടത്തിൽ മരണം വല്ലതും സംഭവിക്കുകയാണെങ്കിൽ വലിയൊരു തുക തന്നെ നിങ്ങൾ ചിലവാക്കേണ്ടി വരും. അതിനാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കാലയളവിൽ ആരും വണ്ടി ഓടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തവർ ആ സസ്പെൻഡഡ് കാലാവധി തീരുന്നതിന് മുൻപ് 5 ദിവസത്തെ പരിശീലനത്തിന് കൂടി പങ്കെടുക്കേണ്ടി വരും. കേരളത്തിൽ നിലവിൽ എടപ്പാളിൽ മാത്രമാണ് ഈ പരിശീലന ക്ലാസ്സിനുള്ള സൗകര്യമുള്ളത്. താമസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട്. ഇതിന് 5000 രൂപയാണ് ചിലവ് വരുന്നത്. ഇത് നിയമമായി വന്നിട്ടില്ലെങ്കിലും ഇത് നടപ്പിലാക്കുന്നതിനുള്ള നടപടി ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പുതിയ മാറ്റങ്ങളാണ് ഗതാഗത വകുപ്പ് ദിനംപ്രതി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ വാഹനം ഓടിക്കുന്നവരും ലൈസൻസ് ഉള്ളവരും ലൈസൻസ് എടുക്കാൻ പോകുന്നവരുമൊക്കെ ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക.